ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പീസും നമ്മുടെ MTയുടെ സൈഡ് പാനലാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കസ്റ്റമർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതും വേറൊരു പാറ്റേണാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MTയുടെ തന്നെ ഫ്യൂൽ ക്യാപ്പാണ് കേട്ടോ. ഫ്യൂൽ ക്യാപ്പിലും ആ ഒരു ഡിപ്പിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഒരു ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ NSൻ്റെ ക്രാഷ് കാർഡ് വല്ലതും കിടപ്പുണ്ടോ? NSൻ്റെ ക്രാഷ് കാർഡ് ഏതെങ്കിലും ഉണ്ടോ? വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദംസ് കസ്റ്റംസിലാണ്. നമ്മുടെ വണ്ടിയൊക്കെ പെയിൻറ്റ് ചെയ്ത ഷോപ്പ് നിങ്ങൾ നമ്മുടെ വണ്ടി റിവ്യൂലെങ്കിലും ബാക്കി വീഡിയോസിലൊക്കെ ഡെയിലി വ്ളോഗ്സിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പ് നമ്മൾ എന്ത് പെയിൻറ്റിങ് വർക്ക്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഷോപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈഡ് പാനൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേറെ കുറച്ച് വർക്കിൻ്റെ മെറ്റാലിക്കിൻ്റെ കുറച്ച് പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവർ നമ്മുടെ കാർബൺ ഫൈബർ ഡിപ്പിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പാർട്സൊക്കെ അവരിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇവിടെ അത്യാവശ്യം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചെയ്ത കുറച്ച് സാമ്പിൾ വർക്കും പിന്നെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കുറച്ച് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ MTയുടെ ടോപ്പ്, നമ്മുടെ ടാങ്കിൻ്റെ ടോപ്പിൽ വരുന്ന കവറാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു പാറ്റേൺ അല്ലാതെ ഈ ഒരു ടൈപ്പിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്തോട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ MTയുടെ തന്നെ ഫ്യൂൽ ക്യാപ്പാണ് കേട്ടോ. ഫ്യൂൽ ക്യാപ്പിലും ആ ഒരു ഡിപ്പിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ KTMൻ്റെയും സെയിം ആ ഒരു ഫ്യൂൽ ക്യാപ്പിൽ ആ ഒരു ഡിപ്പിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പിൾ ഇത് അവരെ പേജിൽ കയറി നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഇതാണ് അവർ ജസ്റ്റ് തുടങ്ങിയെന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ അവർ റീൽസിലൊക്കെ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സാധനത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതും വേറൊരു പാറ്റേണാണ് അവർ ചെയ്തേക്കുന്നത്. അതിൻ്റെ വേറൊരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. അതും ഡിപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഈ ഒരു പീസും നമ്മുടെ MTയുടെ സൈഡ് പാനലാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കസ്റ്റമർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ NSൻ്റെ ആ ഒരു സാധനം കാണാൻ പറ്റുമെന്നത് ആ സാധനം നമ്മളെ കൂളറിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു പാനലാണ്. അപ്പോൾ അതിൽ വേറൊരു കസ്റ്റമർ ഡെലിവറി ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുവാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. എനിക്കും ചെയ്താൽ കൊള്ളാമെന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. അത് ഈ പീസിലാണ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ല രസമുണ്ട്, മാച്ചാണ്. നമ്മളെ വണ്ടി ബ്ലാക്കിൽ ഗ്രേയും ആ ഒരു പാറ്റേണിലൊക്കെ ഗ്രാഫിക്സ് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ സാധനം കുഴപ്പമില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഫിനിഷിലായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ കൊള്ളാം. മിക്കവാറും ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. മാച്ചിങ് ആണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നത് നമ്മുടെ അതിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ് ശരിക്കും പറയാൻ നമ്മൾ എത്ര പോർഷൻ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ഏരിയ വരുന്നതനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മളെ ടാങ്കിൻ്റെ ഈ ഒരു ക്യാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് റേറ്റ് എന്ന് പറയുന്നത് 1000 ആണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 1000 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ NSലായാലും ഏതൊരു വണ്ടിയിലായാലും നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 ആണ് കേട്ടോ. 1000 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. ബാക്കി പിന്നെ നമുക്ക് വണ്ടിയുടെ ഏത് പോർഷനാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ NSലാണെങ്കിൽ ആ ഒരു സൈഡ് പാനൽ ഉണ്ടല്ലോ, നമ്മുടെ കൂളറിൻ്റെ സൈഡ് വരുന്ന ആ ഒരു പോർഷനൊക്കെ ആയാലും ഏകദേശം മിനിമം ചാർജ് എന്നൊക്കെ വരുന്നത് 1000 ആണ്. പിന്നെ നമ്മുടെ ഇത് ഏരിയ കൂടുന്നതനുസരിച്ചായിരിക്കും റേറ്റും കാര്യങ്ങളും മാറുന്നത്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആദംസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റിയുടെ കേസൊന്നും ഞാൻ പിന്നെ എപ്പോഴും എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ക്വാളിറ്റി വർക്കാണ് കേട്ടോ. ക്വാളിറ്റി കാര്യത്തിൽ കോംപ്രമൈസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം കൊടുത്തേക്കാം വീഡിയോയുടെ താഴെ.
അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം കേട്ടോ. ഞാനത് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചില്ല. നമ്മളെ ഇൻസ്റ്റയിൽ ഒരു റീലാക്കി ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് ചെറിയൊരു കുട്ടി വീഡിയോ ആക്കി തന്നെ ഇടാതെ, കാരണം അധികം ലെങ്തൊന്നും ഇല്ലാത്തൊരു ചെറിയ 5 മിനിറ്റ് തന്നെ വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകുന്നത് നമ്മുടെ വണ്ടി ഒരു ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യണം എന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് ഷോപ്പിലും ഓൺലൈൻ സൈറ്റിലൊക്കെ നമ്മൾ തപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ NS പറ്റിയ ക്രാഷ് കാർഡ്. അപ്പോൾ ഭയങ്കര കുറവാണ്. NS ഞാൻ പറഞ്ഞിട്ടുണ്ട്, NS ഈ ആക്സസറീസൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഓൺലൈൻ ആയാലും അല്ലാതെ ഓഫ്ലൈൻ നമ്മളൊരു ഷോപ്പിൽ ചെന്നാലും ഈ NS പറ്റിയ ആക്സസറീസൊക്കെ ഭയങ്കര കട്ട ഷോകോ ഭയങ്കര കുറവാണ്. ബാക്കി എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഒരു കൊല്ലുകൂടെ. അപ്പോൾ ഒരു ക്രാഷ് കാർഡ് കുറേ നാളുണ്ടായി നോക്കുന്നുണ്ട്. നമ്മളെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു സാധനം കിടപ്പുണ്ട്. അതെനിക്ക് അത്ര ഡിസൈൻ വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരുപാട് ഷോപ്പിൽ ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പ് കാണുമ്പോൾ ഭയങ്കര ചോദിക്കാറുണ്ട് NS പറ്റിയ ക്രാഷ് കാർഡൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഭയങ്കര ഷോ പോകുന്നുണ്ട്. നമ്മൾ NS നല്ലൊരു ക്രാഷ് കാർഡോ കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങലാണ് ഉള്ളത്. നമുക്ക് മോട്ടോവനികൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലാന്നൊരു പ്ലാനുണ്ട്. സാധനം ഏതെങ്കിലും ഉണ്ടോ എന്ന്, പഴയ സ്റ്റോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ ജസ്റ്റ് ഉണ്ടോ എന്ന് അതും കൂടെ നോക്കിയിട്ട് പോകാം കേട്ടോ. വേറെ വീഡിയോയിലൊന്നുമില്ല. നമ്മളൊരു ഡിപ്പിങ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക ഏതെങ്കിലും മോഡൽ കിടപ്പുണ്ടാകും. ഓക്കെ, അപ്പം ഇനി ഷോപ്പിൽ എത്തിയിട്ട് കാണാം. കേസ് നമ്മൾ ഷോപ്പെത്തി. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം. NS ക്രാഷ് കാർഡ് വല്ലതും കിടപ്പുണ്ടോ? NS ക്രാഷ് കാർഡ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല NS ക്രാഷ് കാർഡ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറപ്പായിരുന്നു സാധനം കാണൂല. അതുപോലെ തന്നെ സംഭവിച്ചു. നല്ല ക്രാഷ് കാർഡൊന്നും ഇല്ല. ഓൺലൈൻ കുറച്ച് ചാത്ത സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. എനിക്ക് അതുപോലെ താല്പര്യമില്ല, കാരണം വലിയ രസമൊന്നുമില്ല കേട്ടോ. ഒരു വലിയ ക്വാളിറ്റിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറേ നാളുകൊണ്ട് ഇങ്ങനെ പ്ലാനുണ്ട് നല്ലൊരു ക്രാഷ് കാർഡ് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്തെടുത്താലെന്നൊക്കെ പ്ലാനുണ്ട് കേട്ടോ. നോക്കണം. അപ്പോൾ എന്തായാലും പ്ലാൻ A 3G ആയി. എനിക്ക് അറിയാമായിരുന്നു കാണൂലെന്ന്, കാരണം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് ഇല്ല എന്ന് തന്നെയായിരുന്നു റിപ്ലൈ കേട്ടോ. കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടിക്ക് ഇപ്പോഴും നല്ല സെയിലിന് കുറവൊന്നുമില്ലാത്തൊരു മോഡലാണ്. എന്നിട്ട് പോലും ഇങ്ങനെ ആക്സസറീസ് ഇത്രയും കുറവെന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കാം, എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അടുത്തൊരു കിടലൻ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വണ്ടിയുടെ വീഡിയോ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീഡിയോ പവറാകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.